കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി നഗരസഭയ്ക്ക് കീഴിൽ തോട്ടുപൊയിൽ പ്രവർത്തിക്കുന്ന ജനകീയാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ സൌജന്യമായി സ്ഥലം ലഭിച്ചു. വെൽനസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ VM സുബേദ കുടുംബാംഗങ്ങളിൽ നിന്നും രേഖകൾ സ്വീകരിച്ചു. തോട്ടുപൊയിൽ സ്വദേശി പരേതയായ മരുന്നൻ പാത്തുമ്മയുടെ മക്കളും പരപ്പൻ കുടുംബാംഗങ്ങളുമായ അബ്ദുറഹ്മാൻ, അബൂബക്കർ, അബ്ദുൽ നാസർ, പാത്തുമ്മ, മറിയമ എന്നിവരും നഗരസഭാ കൌൺസിലറായ മരുന്നൻ മുഹമ്മദും ഭാര്യ ഫാത്തിമയും ചേർന്നാണ് കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം സൌജന്യമായി കൈമാറിയത്. നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയോട് ചേർന്നാണ് പുതിയ സ്ഥലം ലഭിച്ചത്. നഗരസഭയ്ക്ക് കീഴിൽ 6 വെൽനസ് സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ പിലാക്കലിൽ സൌജന്യമായി സ്ഥലം ലഭിച്ച് കെട്ടിട നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. നെല്ലിക്കുത്ത്, വട്ടപ്പാറ സെന്ററുകൾക്കും സ്ഥലം ലഭിച്ചിട്ടുണ്ട്. മഞ്ചേരി നഗരസഭയിലെ തോട്ടുപോയിൽ വെൽനസ് സെന്ററിന് ഫ്രീ ആയിട്ട് സ്ഥലം നൽകിയ മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കുടുംബവും ഇന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ആ സ്ഥലം കൈമാറി. ആ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. മഞ്ചേരി നഗരസഭയിൽ മൊത്തം 6 വെൽനസ് സെന്ററുകളാണ്. അതിൽ പയ്യനാട് വില്ലേജിൽ 3 വെൽനസ് സെന്ററിനും, അതായത് പിലാക്കലും നെല്ലിക്കുത്തും തോട്ടുപോയിലും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് സ്ഥലം ലഭിച്ചു. അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഈ വെൽനസ് സെന്റർ കൊണ്ടുവരാൻ 2022 അതിന് മുൻകൈയെടുത്ത് നമ്മളോടൊപ്പം പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അത് പൂർത്തീകരിച്ചു കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഭാഗമായി അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞിരുന്നു, തോട്ടുപോയിൽ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ഥലം കൊടുക്കുമെന്ന് വാക്കാൽ പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് ഔദ്യോഗികമായിട്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കുടുംബവും ഇന്ന് അതിൻ്റെ രേഖ കൈമാറുന്ന ചടങ്ങാണ് ഇവിടെ നടന്നത്. തുടർന്ന് നഗരസഭ 20 ലക്ഷം രൂപ ഇപ്രാവശ്യം അതിൽ ഫണ്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടിയും വെച്ച് ഈ ഭരണസമിതിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഉദ്ഘാടനം നടക്കുമെന്നും കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കൊള്ളി അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ ചിറക്കൽ രാജൻ, മുഹ്മിദ ഷിഹാബ്, അഷ്റഫ് കാക്കേങ്ങൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VM ഷെറിൻ, മഹൽ ഖാസി, യൂസുഫ് ഫൈസ്, ആസിഫ് വടക്കാങ്ങര, കൊല്ലറമ്പൻ ഷിഹാബ്, KP ഇക്ബാൽ, ലുക്മാൻ വടക്കാങ്ങര, ആഷിഖ് പയ്യനാട്, നാസർ കാരക്കാടൻ, കരീം ചോലക്കൽ, അസീസ് വടക്കാങ്ങര, V അലി തുടങ്ങിയവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.